അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും നിയന്താവുമായ ഏകനായ ദൈവം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. അള്ളാഹുവാണ് ആദ്യത്തെ തവണ സൃഷ്ടിച്ചത്. മരിച്ചതിന് ശേഷം വീണ്ടും ആ സൃഷ്ടിപ്പ് അള്ളാഹു ആവർത്തിക്കും. പരലോകത്ത് മനുഷ്യൻ വിചാരണ ചെയ്യപ്പെടുന്നതിനും സൽക്കർമ്മികൾക്ക് സ്വർഗവും ധിക്കാരികൾക്ക് നരകവും നൽകുന്നതിനും വേണ്ടിയാണ് മനുഷ്യൻ പരലോകത്ത് വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നത്. ഇക്കാര്യമാണ് ഇന്ന് പഠിക്കുന്ന 4-ാമത്തെ ആയത്തിൽ പറയുന്നത്. ആയത്ത് നോക്കാം. ഇലൈഹി മർജിഉകും ജമീഅൻ വഅദല്ലാഹി ഹഖ്ഖൻ ഇന്നഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു ലിയജ്സിയല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ബിൽ ഖിസ്ത് വല്ലദീന കഫറൂ ലഹും ശറാബും മിൻ ഹമീമിൻ വഅദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ഫുറൂൻ. അവനിലേക്ക് തന്നെ നിങ്ങളെല്ലാവരും തിരിച്ചു ചെല്ലേണ്ടതുണ്ട്. അത് അള്ളാഹുവിന്റെ സത്യവാഗ്ദാനമാകുന്നു. അവനാകുന്നു ആദ്യം സൃഷ്ടിക്കുന്നത്, പിന്നീട് പുനഃസൃഷ്ടിക്കുന്നതും അവൻ തന്നെ. സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്തവർക്ക് നീതിപൂർവം കർമ്മഫലം നൽകാൻ വേണ്ടിയാണത്. എന്നാൽ സത്യനിഷേധികളോ അവർ അനുവർത്തിച്ചിരുന്ന സത്യനിഷേധത്തിന്റെ ഫലമായി ചുട്ടുപൊള്ളുന്ന കുടിനീരും വേദനയേറിയ ശിക്ഷയുമായിരിക്കും അവർക്കുള്ളത്. ഇനി വാക്കർത്ഥം നോക്കാം. ഇലൈഹി മർജിഉകും ജമീഅ, നിങ്ങളുടെ എല്ലാവരുടെയും തിരിച്ചുപോക്ക് അവനിലേക്കാണ്. ഇലൈഹി അവനിലേക്കാണ്, അള്ളാഹുവിലേക്കാണെന്നർത്ഥം. കഴിഞ്ഞ ആയത്തിൽ അവന് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷമാണ് ഇത് പറയുന്നത്. മർജിഉകും, നിങ്ങളുടെ മടക്കം, നിങ്ങളുടെ തിരിച്ചു ചെല്ലൽ. ജമീഅൻ, എല്ലാവരുടെയും. പരലോകത്ത് തിരിച്ചു പോകുന്ന എല്ലാവരും വീണ്ടും ജീവിപ്പിക്കപ്പെടും. ഒരാളും ഒഴിവാക്കപ്പെടുകയില്ല. വഅദല്ലാഹി ഹഖ്ഖൻ, അത് അള്ളാഹുവിന്റെ സത്യവാഗ്ദാനമാണ്. വഅദല്ലാഹി, അള്ളാഹുവിന്റെ വാഗ്ദാനം, ഹഖ്ഖൻ, സത്യമായിട്ടുള്ള. അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഭൂമിയിൽ മരണപ്പെട്ട ശേഷം പരലോകത്തെ ശാശ്വത ജീവിതത്തിനു വേണ്ടി എല്ലാവരും വീണ്ടും സൃഷ്ടിക്കപ്പെടുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം ലംഘിക്കപ്പെടുകയില്ല എന്നതുകൊണ്ടാണ് സത്യവാഗ്ദാനം എന്നതിനെ വിശേഷിപ്പിച്ചത്. അള്ളാഹുവിന്റെ ഈ വാഗ്ദാനത്തെയോ പുനഃസൃഷ്ടിക്കുമെന്ന തീരുമാനത്തെയോ മാറ്റിമറിക്കാനും ആർക്കും സാധിക്കുകയില്ല എന്ന കാര്യവും ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു. ഇന്നഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, അവനാണ് സൃഷ്ടിപ്പ് തുടങ്ങുന്നതും പിന്നീട് പുനഃസൃഷ്ടിപ്പ് നടത്തുന്നതും. ഇന്നഹു, തീർച്ചയായും അവൻ തന്നെയാണ്. യബ്ദഉ, തുടങ്ങുന്നു, അൽ ഖൽഖ, സൃഷ്ടിപ്പ്, സുമ്മ യുഈദുഹു, പിന്നെ അതിനെ മടക്കുകയും ചെയ്യുന്നു, അതിനെ ആവർത്തിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. പിന്നെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സൃഷ്ടിപ്പിന് ശേഷം മരണപ്പെടുന്നു. ആ മരണത്തിന് ശേഷം എന്നാണ് സുമ്മ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൻ തന്നെ അതിനെ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടിപ്പിനെ അവൻ ആവർത്തിക്കുന്നു എന്നാണ്. വീണ്ടും സൃഷ്ടിക്കുന്നു എന്നർത്ഥം. എന്തിനാണ് അള്ളാഹു പരലോകത്ത് വീണ്ടും സൃഷ്ടിക്കുന്നത്? അതാണ് തുടർന്ന് പറയുന്നത്. ലിയജ്സിയല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ബിൽ ഖിസ്തി, സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് നീതിപൂർവം അവരുടെ പ്രതിഫലം നൽകാൻ വേണ്ടി. ലിയജ്സിയ, അവൻ പ്രതിഫലം നൽകാൻ വേണ്ടിയാണത്. അള്ളാഹു പ്രതിഫലം നൽകാൻ വേണ്ടിയാണ്. അല്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്, വഅമിലുസ് സ്വാലിഹാത്തി, എന്നിട്ട് സൽക്കർമ്മം ചെയ്യുകയും ചെയ്തവർക്ക്. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മം ചെയ്യുകയും ചെയ്തവർക്ക്. സത്യവിശ്വാസികൾ അവരുടെ കർമ്മങ്ങളുടെയും അവരുടെ ത്യാഗങ്ങളുടെയും സമർപ്പണത്തിന്റെയും ഫലമായി അവർ തങ്ങളെ പൂർണ്ണമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ വിധേയപ്പെടുത്തുന്നതുകൊണ്ട് പലതും സഹിക്കുകയും നഷ്ടപ്പെടുകയും ചെയ്യേണ്ടി വരും ഈ ദുനിയാവിൽ. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഈ ലോകത്ത് നീതിപൂർവം ഫലം ലഭിക്കുകയുമില്ല. അവരുടെ പ്രവർത്തനങ്ങൾക്ക് അർഹിക്കുന്ന പ്രതിഫലം ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ചുകൊണ്ട് അവരർഹിക്കുന്ന പ്രതിഫലം ന്യായമായി തന്നെ അവർക്ക് ലഭിക്കുക പരലോകത്ത് വെച്ചാണ്. സത്യവിശ്വാസികൾക്ക് അവരുടെ സത്യസന്ധത ഫലം ചെയ്യുന്ന ദിവസം എന്നാണ് വിചാരണ നാളിനെ കുറിച്ച് ഖുർആനിൽ ഒരിടത്ത് പറഞ്ഞത്. മറുവശത്ത് വല്ലദീന കഫറൂ ലഹും ശറാബും മിൻ ഹമീം, എന്നാൽ സത്യനിഷേധികളോ അവർക്ക് ചുട്ടുപൊള്ളുന്ന കുടിനീരാണുള്ളത്. വല്ലദീന കഫറു, എന്നാൽ സത്യനിഷേധികൾക്കോ
ലഹും അവർക്കുണ്ട് ശറാബുൻ കുടിനീര് കുടിവെള്ളം മിൻ ഹമീം ചുട്ടുപൊള്ളുന്ന വഅദാബുൻ അലീം വേദനയേറിയ ശിക്ഷയും. വേദനയേറിയ ശിക്ഷ എന്നതുകൊണ്ട് നരകശിക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ചുട്ടുപൊള്ളുന്ന കുടിനീർ കുടിപ്പിക്കലും നരകശിക്ഷയുടെ ഭാഗം തന്നെയാണ്. ഇവിടെ ചുട്ടുപൊള്ളുന്ന കുടിനീർ കുടിച്ച ശേഷം അവർക്ക് നരകശിക്ഷയും ഉണ്ടാവും എന്ന് പറയുന്നത് അവരെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ശൈലിയിലാണ്. അതായത് അവർക്ക് നരകത്തിലെത്തുമ്പോൾ അവർക്ക് വെൽക്കം ഡ്രിങ്കായി കൊണ്ട് നൽകപ്പെടുക ഈ തിളച്ചുമറിയുന്ന കുടിനീരായിരിക്കും എന്നാണ്. ബിമാ കാനൂ യക്ഫുറൂൻ അവർ നിഷേധിച്ചതിൻ്റെ ഫലമായി കൊണ്ട്. സത്യത്തെ നിഷേധിച്ചവർ സൃഷ്ടാവിനോട് ധിക്കാരം കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ധിക്കാരത്തിന്റെ ഫലമായി കൊണ്ട് അവർക്ക് ലഭിക്കുക നരകശിക്ഷയാണ് എന്നാണ് പറയുന്നത്. അള്ളാഹു നരകശിക്ഷയിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. തുടർന്ന് മനുഷ്യൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ചില വസ്തുക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ സവിശേഷതകളെക്കുറിച്ച് അവ ഉൾക്കൊള്ളുന്ന ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ആവശ്യപ്പെടുകയാണ് തുടർന്ന് വരുന്ന 2 ആയത്തുകളിൽ. ഇൻഷാ അള്ളാഹ് അത് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.